യൂട്യൂബ് വീക്ഷകരെ എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമാണ് എന്ന് വിചാരിക്കുന്നു. സോ ഇന്ന് ഏകാദശിയാണ്, 1-ാം തീയതി, ആദ്യത്തെ ഏകാദശി. അപ്പോൾ ഇന്ന് നമ്മൾ ഭഗവാന് നേദിക്കാൻ വേണ്ടിയിട്ട് നുറുക്ക് ഗോതമ്പ് കൊണ്ട് എങ്ങനെ പായസം ഉണ്ടാക്കാം എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. സോ ഫുൾ വീഡിയോ കാണാനായി ശ്രമിക്കുക. വീഡിയോയിലേക്ക് കടക്കാൻ മടിക്കാതെ, ലേറ്റ് ആക്കാതെ സുഖമാണ്. നമ്മൾ തേങ്ങ ഇതേപോലെ ചെറുതായിട്ട് നുറുക്കിയെടുത്തിട്ട് നെയ്ക്കകത്തിട്ട് വറുത്തെടുക്കുകയാണ്. ഇതിനകത്ത് ശർക്കര പൊടിച്ച് ഇളക്കി വെച്ചേക്കുവാണ്, ഉരുക്കി ഇളക്കി വെച്ചേക്കുവാണ്. അടുത്തത് നമ്മൾ ഒരു പിടി മുന്തിരി ഇടാൻ പോവാണ്. അണ്ടിപ്പരിപ്പ് നമ്മൾ നുറുക്കിയിടാം. ഓക്കെ, തേങ്ങ നുറുക്കി പൊടിച്ച് എടുക്കാൻ പോവാണ്. അങ്ങനെ പൊടിച്ചെടുത്തിരിക്കുന്നു. ഇത് നമുക്ക് അതിൻ്റെ അകത്തിട്ട് ഇടാം. നാളികേരം ഇട്ടിരിക്കുന്നു. നെയ്യ് ഇളക്കി കൊടുക്കാം. ഓക്കെ, അടുത്തത് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും മുന്തിരിയും കൂടി ഇട്ട് കൊടുത്ത് ഇളക്കിയതിന് ശേഷം നന്ദിനി പശുവിൻ്റെ പാൽ നെയ്യും ഏലക്ക പൊടിച്ചതും കൂടി ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. അങ്ങനെ നുറുക്ക് പായസം റെഡി. നാട്ടിൽ പോയപ്പോൾ കൊണ്ടുവന്ന ഉരുളി പാത്രമാണ്. ഇതിനകത്താണ് നമ്മൾ നേദിക്കാൻ വെക്കുന്നത്. അപ്പം നെയ്തി റെഡി. അങ്ങനെ നേദ്യം ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല മധുരമുണ്ട്. നല്ല മധുരം, പാകത്തിന് വെന്തിട്ടുണ്ട്. തേങ്ങ വറുത്തിട്ടതിൻ്റെ ഉണ്ടല്ലോ, ഇടയ്ക്ക് തേങ്ങാക്കൊത്ത് കഴിക്കുമ്പോൾ ആഹാ എന്താ സുഖം. അപ്പോൾ നമ്മൾ ഇന്ന് പായസം ഉണ്ടാക്കിയത് വീഡിയോ കണ്ടു. സോ നുറുക്ക് ഗോതമ്പ് പായസം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾ ഫുൾ വീഡിയോ കണ്ട് അതേപോലെ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഡു കമന്റ്, ലൈക്ക്, സബ്സ്ക്രൈബ് ദി ചാനൽ. അടുത്ത വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും.